ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവജനമായി നിൽക്കുവാൻ കർത്താവ് നൽകിയ സാവകാശത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 6-ാം വാക്യവും 12-ാം വാക്യവും വായിക്കുന്നു. അത് 6:5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ചേർന്ന് വായിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ 2 വാക്യം വായിക്കുന്നു. എന്നാൽ യേശു അവരോട്, നോക്കുവിൻ, പരീശന്മാരെയും സദൂക്യരെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. 12-ാം വാക്യം. അങ്ങനെ അപ്പത്തിൻ്റെ പുളിച്ച മാവല്ല, പരീശന്മാരെയും സദൂക്യരെയും ഉപദേശമത്രേ സൂക്ഷിച്ചുകൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു. നമ്മൾ തുടർച്ചയായി സൂക്ഷിച്ചുകൊള്ളുവിൻ അല്ലെങ്കിൽ ബീവെയർ എന്ന വിഷയത്തെ തുടർച്ചയായി പല കാര്യങ്ങൾ 2-3 കാര്യങ്ങൾ ആ ബന്ധത്തിലാണല്ലോ ചിന്തിക്കുന്നത്. അപ്പോൾ ഒന്ന്, ഈ ഉള്ള ദൈവത്തെ തിരിച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിന്ന് പഴയ ഭാഷാന്തരം. സൂക്ഷിച്ചുകൊള്ളുവിൻ അല്ലെങ്കിൽ ജാഗ്രതയായിരിപ്പിൻ ചിന്തിച്ചു. 2, സകലവിധ ദൈവാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് കർത്താവ് പറഞ്ഞു. നാം ചിന്തിച്ചു. അങ്ങോട്ട് ഇനി കടക്കുന്നില്ല. 3-ാമതൊരു കാര്യം കർത്താവ് പറഞ്ഞത് ആണ് ഇവിടെ വായിച്ചത്. പരീശന്മാരുടെ പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിൻ. അവരെ പടകിൽ അക്കരയ്ക്ക് പോകുന്ന സമയത്താണ് കർത്താവ് ഇത് പറഞ്ഞതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, അവരെ മനസ്സിലാക്കിച്ചു. പുളിച്ച മാവുന്നപ്പോൾ അവർ വിചാരിച്ചത് അക്ഷീയമായി പുളിച്ച മാവായിരിക്കുമെന്ന്. എന്നാൽ കർത്താവ് ഉദ്ദേശിച്ചത് എന്താണെന്ന് അവർക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായി. അതുപോലെ പുളിച്ച വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ 3 തരം പുളിപ്പിനെ കുറിച്ച് നമുക്ക് കാണാം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും ഒക്കെ പഴയ നിയമത്തിലുണ്ടല്ലോ. ഇസ്രായേലിൻ്റെ പെരുന്നാളുകളുടെ കൂട്ടത്തിൽ പ്രധാനമാണല്ലോ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. അതുപോലെ അതിനുശേഷം പെസഹ. അപ്പോൾ അതുപോലെ അത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഒന്നും കടക്കുന്നില്ല. ഇവിടെ പറയുന്നു, പരീശന്മാരെ സദൂക്യരെ ഉപദേശം. അതെന്താ? അതെങ്ങനെ പുളിച്ചമാവാന്ന്? ഒരു സാധനം പുളിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പുളിപ്പൂടെ ചേർക്കണമല്ലോ, അപ്പോഴേ പുളിക്കുള്ളല്ലോ. അതെങ്ങനെ പുളിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ആ വശത്തോട്ടും കിടക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴേ ഉപദേശം എങ്ങനെയാണ് പുളിക്കുന്നത്? മോശ നമ്മുടെ കർത്താവിൻ്റെ കാലത്തിനും ഏതാണ്ട് 1500 വർഷം മുൻപ് ന്യായപ്രമാണമൊക്കെ എഴുതി, ഒരു സംശയമില്ലാതെ അല്ലെ എല്ലാം എഴുതി വെച്ചല്ലോ. എന്നാൽ പരീശന്മാരെ സദൂക്യരെയും കാലം വന്നപ്പോൾ മത്തായി 23 തന്നെ നമുക്ക് കാണാം. അതെല്ലാം അതിൻ്റെ സത്തയെ കളഞ്ഞ് അതിന് വെള്ളം ചേർത്ത് മറ്റു വല്ലതും ചേർത്ത് അവരുടെ സൗകര്യത്തിന് അതിനെ മാറ്റിയല്ലോ, അവരുടെ സൗകര്യത്തിന്. അപ്പോൾ ഉപദേശപ്പുളിപ്പ് അല്ലെങ്കിൽ ഒറിജിനലിൻ്റെ കൂടെ അല്പസ്വല്പമൊക്കെ അവരുടെ ചിന്തയും അവരുടെ ഫിലോസഫിയും അവരുടെ സമൂഹത്തിൻ്റെ ചിന്താഗതിയും ഒക്കെ കൂട്ടിച്ചേർത്ത് വന്നപ്പോൾ ആ പൊളിച്ചതായി, ശരിക്കും ഉപയോഗിക്കാൻ കൊള്ളാത്തതായി. ഇതുപോലെയല്ലേ ഇന്നും നാം കാണുന്നത് പുളിച്ച മാവ്. പറഞ്ഞത് 3 തരം പുളിപ്പുണ്ടെന്ന്. 1, ഉപദേശപ്പുളിപ്പ്. 2, കപടഭക്തിയാകുന്ന പുളിപ്പ്. 3, ജീവിത പുളിപ്പ്. ഇങ്ങനെ 3 തരം പുളിപ്പിനെ കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നു. അതിനെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഉപദേശപ്പുളിപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറിജിനൽ വസ്തുവിൽ ബാഹ്യമായ പുളിക്കത്തക്ക ചില കൂട്ടിച്ചേർക്കുമ്പോഴാണല്ലോ ആ മാവാണെങ്കിലോ ആ പാലാണെങ്കിലോ ഒക്കെ പുളിക്കുക. ഇതുപോലെ പത്യോപദേശത്തിൽ അല്പസ്വല്പമൊക്കെ തിയറികളും ഫിലോസഫികളും ഒക്കെ കാലാന്തത്തിൽ കൂട്ടിച്ചേർക്കുമ്പോൾ അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ പിശാചാണ്. നമ്മളെ സമ്മതിക്കുകയില്ല. കാലാന്തത്തിൽ കൂട്ടിച്ചേർക്കുമ്പോൾ സംഗതി പൊളിച്ചു.
ഉപദേശത്തിൻ്റെ ഉദ്ദേശം എന്താ? ഇന്ന് ആർക്കും ഉപദേശം വേണ്ട, അത് വേറൊരു അവസ്ഥ. അവർക്കെല്ലാം സ്വർഗത്തിൽ പോകണം, രക്ഷിക്കപ്പെട്ടു സ്വർഗത്തിൽ പോകണം. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ ബോൺ അഗെയിൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിന് ശരിയാണ്. പക്ഷേ ബോൺ അഗെയിൻ ആയിരിക്കണം. ദിവസമുണ്ട് പൗലോസ് പറഞ്ഞു, രണ്ട് ദിവസമുണ്ടല്ലോ, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിഞ്ഞിരിക്കുന്നുണ്ട്, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുക എന്താ ഉപദേശം? അല്ലെങ്കിൽ നാം എന്താ ഉപദേശിക്കുന്നത്? നാം എന്താ പഠിപ്പിക്കുന്നത്? ധാരാളം തിയറികൾ, ധാരാളം ഫിലോസഫികൾ, ഉപദേശം. അതിന് പറയുന്നത് ഒന്നിന് യോജിക്കാത്ത എല്ലാവരും പറയുന്നത് ശരിയാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെയൊക്കെ അപ്പോസ്തലത്തിലെ സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് പറഞ്ഞ, ഞാൻ പോയ ശേഷം ആട്ടിൻകൊടുത്തി ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ സഭയിൽ കിടക്കും. അത് മാത്രമല്ല, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്നതിന് ദുരുപദേശം, വിപരീത ഉപദേശം പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ മധ്യേ എഴുന്നേൽക്കും. വിപരീത ഉപദേശം പ്രസംഗിക്കുന്നവർ ഇക്കാലത്ത് അതല്ലേ കാണുന്നത്. ചിലവർ അവൻ പറയുന്ന ഒന്നും ശരിയല്ല, ഇതാ ശരി. എന്തെല്ലാം തർക്കങ്ങൾ, എന്തെല്ലാം വാദങ്ങൾ, അവർ എല്ലാവർക്കും ശരിയാണ്. അപ്പോൾ സ്വീകരിക്കണം. നമ്മളേതാ സ്വീകരിക്കണ്ടേ? പൗലോസ് പറഞ്ഞായിരുന്നു തീമോഥെയോസിന്റെ ലേഖനത്തിൽ, പഥ്യോപദേശം എന്താ അത്? എൻ്റെ ഭാഷയിൽ, എൻ്റെ നോട്ടത്തിൽ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യമാണ് ഞാൻ എടുക്കുക. അതിങ്ങനെയാണല്ലോ, ഏത് മനുഷ്യനെയും അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അവനെ അറിയിക്കുന്നു, ക്രിസ്തുവിനെ. 27-ാം വാക്യത്തിലുണ്ടല്ലോ, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ. ശരി, അവനെ അറിയിക്കുന്നില്ല. എന്തിനവനെ അറിയിക്കുന്നു? ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണം. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണം. എൻ്റെ തികതി അവൻ പഠിക്കണമെന്നല്ല, ക്രിസ്തുവിൽ അവർ തികഞ്ഞവരായി നിൽക്കണം. എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞത്, ക്രിസ്തു തലയോളം സകലത്തിലും വളരണം, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. 3-4 അധ്യായങ്ങൾ നമുക്ക് കാണാമല്ലോ. ചുരുക്കി പറഞ്ഞാൽ, ക്രിസ്തുവിൽ നാം ഈ ലോകത്തിൽ നമുക്ക് തരുന്ന നാളുകളിൽ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച, ക്രിസ്തു മൂലം വീണ്ടും ജനിച്ച, ക്രിസ്തുവിൽ വളർച്ച പ്രാപിച്ച, ക്രിസ്തുവിനെ അനുകരിച്ച, ക്രിസ്തു സമാനരായി ദൈവതേജസ്സിനാൽ നിറഞ്ഞ, ലൗകികരായിട്ടല്ല സ്വർഗീയരായി തീർന്ന അവന്റെ സന്നിധിയിൽ നിൽക്കുവാൻ നാം പ്രാപ്തരാകണം. ഇതാ പഥ്യോപദേശം. പൗലോസ് പറയുന്നത് അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, പൗലോസ് എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നു. ഏത് മനുഷ്യയും ക്രിസ്തുവിൽ തികഞ്ഞ നിർത്തേണ്ടതിന് ഏത് മനുഷ്യയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അവിടെ ജ്ഞാനമെന്ന് പറയുന്നത് ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ലോകത്തിൻ്റെ പാണ്ഡിത്യമല്ല, സ്വർഗീയ ജ്ഞാനം, ദൈവം നൽകിയ ജ്ഞാനം. മുൻപൊരു വീഡിയോയിൽ ലോകത്തിൻ്റെ ജ്ഞാനത്തിലും ദൈവിക ജ്ഞാനത്തിലും വളരെ വ്യത്യാസമാണ് ഞാൻ പറയുകയുണ്ടായി. ഇപ്പം അങ്ങോട്ട് കിടക്കുന്നില്ല. ഇന്ന് ലോകത്തിൻ്റെ ജ്ഞാനം, ലോകത്തിൻ്റെ അറിവ് ബുദ്ധിപരമായ തെറ്റല്ല, ഞാൻ അത് പൂർണ്ണമായി തള്ളിക്കളയുന്നുമില്ല, ആവശ്യമാണ്. പക്ഷേ രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. മാത്രമല്ല, വേറൊരു കാര്യം കൂടെ പറയും പൗലോസ് അടുത്ത വാക്യത്തിൽ, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. നോക്കണേ, അതിനായി, ഏത് മനുഷ്യയും ക്രിസ്തുവിൽ തിരിഞ്ഞവനായി നിർത്തുന്നതിനായി. പൗലോസിന്റെ ലേഖനങ്ങൾ അതിൻ്റെ എല്ലാ ഉദ്ദേശം എന്താ? ക്രിസ്തുവിൽ തിരിഞ്ഞവരായി നിൽക്കണം. അതിന് ഒറ്റ കാര്യമാണല്ലോ, ഏത് മനുഷ്യനും ക്രിസ്തുവിൽ തികഞ്ഞവരായി തീർന്നു. അപ്പം നാം അതിന് തക്കവണ്ണം പഠിപ്പിച്ചില്ല എങ്കിൽ നമ്മുടെ ഉപദേശവും കുളിപ്പാം. 1 തീമോഥെയോസ്
6-ാം അധ്യായം 3-ാം വാക്യത്തിൽ 3-4 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യഥാ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിനെയും വാഗ്വാദത്തിനെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അത് വിട്ട് വേറെ ഉപദേശിക്കുന്നവൻ ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അന്യഥാ ഉപദേശിക്കുന്നവർ അല്ലെ വേറെ ഉപദേശിക്കുന്നവർ. ഒരു വ്യക്തിയെ കർത്താവ് കഴിഞ്ഞവനായി നിർത്താൻ എന്ത് ചെയ്യണമോ അത് ചെയ്യാതിരിക്കുന്ന ആരായാലും അവിടെ സ്വന്തം താല്പര്യത്തിന് സ്ഥാനമില്ല. നാം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവരേറ്റവും മെച്ചമായി ആരോഗ്യമുള്ളവരായി ബുദ്ധിശാലികളായി സന്മാർഗികളായി നല്ല മനുഷ്യരായി വളരണം എന്ന ചിന്തയോടാണല്ലോ നാം വളർത്തുക. നമ്മളെ സ്വാർത്ഥ താല്പര്യമല്ലല്ലോ ചിലവഴിക്കുക. അതേപോലെ ദൈവജനത്തെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഉപദേശം ഇല്ലെങ്കിൽ അതിന് വിരുദ്ധമായ ഏത് ഉപദേശവും പൊളിച്ച ഉപദേശവും അത് സൂക്ഷിച്ചോളാനാണ് കർത്താവ് പറഞ്ഞു. ജനത്തെ എത്തിയിരിക്കുന്ന മാത്രമല്ല 2 തിമോഥെയോസ് 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ സത്യം വിട്ടു തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. 16-ാം വാക്യം മുതൽ വായിക്കാം. ഭക്തിവിരുദ്ധമായ വൃഥ ആലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആ വാക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങൾ, വ്യർത്ഥ സംസാരങ്ങൾ അതിനെ വിട്ടൊഴിയാൻ നമ്മളിന്ന് സ്റ്റേജിലെല്ലാം കേൾക്കുന്നത് എന്താ? ഇത് പുളിപ്പല്ലേ? പുളിച്ച ഉപദേശമല്ലേ? ഭക്തിവിരുദ്ധമായ അവരുടെ ഈ ഇന്നത്തെ മിമിക്രി, ഇന്നത്തെ തമാശ, കാര്യം കാണാനുള്ള തന്ത്രങ്ങൾ, ഭംഗിവാക്ക്, കൗശലവാക്ക്, വശീകരണ പ്രവർത്തികൾ, ഇത് വിളിച്ചതാ. അർബുദ വ്യാധി, അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. എന്നിട്ടാണ് പറഞ്ഞ് ഹുമനയോസും ഫിലേത്തോസും അക്കൂട്ടാണ്. അവർ സത്യം വിട്ടു തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞെന്ന് പറഞ്ഞ് അനേകരെ മറിച്ചു. നോക്കണം, അന്യത ഉപദേശിക്കുന്നവർ, പഥ്യോപദേശം കൈവിട്ടവർ നമ്മുടെ സമൂഹത്തിൽ അതേ ഉള്ളല്ലോ. ഇപ്പോൾ പ്രസിദ്ധന്മാർ പോലും പഥ്യോപദേശം പറയാൻ മടിയല്ലേ? പൊളിച്ച ഉപദേശം. പരീശന്മാരെയും സദൂക്യരെയും പൊളിച്ച മാവ് സൂക്ഷിച്ചു. അതുപോലെ ഇക്കാലത്ത് ക്രിസ്തുവിൽ തേഞ്ഞവരായി നിർത്തുവാൻ പര്യാപ്തമല്ലാത്ത വശീകരണ വാക്കും ഉപദേശങ്ങളും എല്ലാം പൊളിച്ചതാണ്. അത് വിട്ടൊഴിയുക. സൂക്ഷിച്ചൊഴിഞ്ഞു. അതിനെക്കുറിച്ച് സൂക്ഷ്മതയുള്ളവരായിരിക്കും. മാത്രമല്ല, മുന്നോട്ട് നീങ്ങട്ടെ. 2-ാമത് ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 1-ാം വാക്യം. അതിനിടെ പുരുഷൻ തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം ആയിരമായി തിങ്ങിക്കൂടിയപ്പോൾ അവൻ ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത്, പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചോളൂ. പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചോളൂ. ഇത് തൻ്റെ ശിഷ്യന്മാരോടാണ് കർത്താവ് പറഞ്ഞത്. കപടഭക്തി. അപ്പുറത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചിന്തിച്ച വിഷയത്തിൽ തൊട്ട് മുൻപ് ചിന്തിച്ച കാര്യത്തിൽ, നമ്മൾ അല്പം മുൻപ് ചിന്തിച്ച വിഷയത്തിൽ പുളിച്ച ഉപദേശം എന്ന് പറഞ്ഞപ്പോൾ, പുളിച്ച മാവ് എന്ന് പറഞ്ഞപ്പോൾ പരീശന്മാരെ സദൂക്യരെയും കൂടി. കാരണം സദൂക്യർ ദൂതനും ആത്മാവും ഇല്ല എന്ന് പ്രസംഗിക്കുന്നവരാ. പുനരുദ്ധാനമില്ല. ഇന്ന് സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ആളുകളോട് നിങ്ങൾ വാസ്തവമായത് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ എത്ര പേര് കാണും ധൈര്യമായത് പറയാൻ? അതുപോട്ടെ. അപ്പോൾ ഇവിടെ പരീശന്മാരെ മാത്രമാണ് പറഞ്ഞത് പൊളിച്ച കപടഭക്തി. മത്തായി 23-ാം അധ്യായത്തിൽ
കപടഭക്തിക്കാരായ പരീശന്മാരും സദൂക്യരുമായുള്ളവര്, പരീശന്മാരും ശാസ്ത്രിമാരും ആയുള്ളവരെ എന്ന് കർത്താവ് എത്ര പ്രാവശ്യം പറഞ്ഞു. കപടഭക്തി. തീമോഥെയോസിന്റെ 2-ാം ലേഖനത്തിൽ പറഞ്ഞു, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. പൊതുവെ പരമാർത്ഥികളുണ്ട് ഇല്ലെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. പക്ഷേ മൊത്തത്തിൽ നാം കാണുന്നത് കപട പ്രയോഗങ്ങളില്ലേ, കപട ഭക്തിയുടെ അതിപ്രസരം, പുളിച്ചമാവുമല്ലോ കപട്ടി. ഒരു സംഭവം ഗലാത്യലേഖനത്തിലുണ്ട്. ഗലാത്യൻ 2-ാം അധ്യായത്തിൽ ഗലാത്യൻ അന്ത്യോക്യയിൽ വെച്ച് ഉണ്ടായ ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ല. 2-ാം അധ്യായം ഗലാത്യർ 2:11 മുതൽ താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ത്യോക്യയിൽ ഒരു ചെറിയ സംഭവം നടന്നു. പത്രോസ് അന്ത്യോക്യ സന്ദർശിച്ചു. അവരെല്ലാം അവിടുത്തെ വിശ്വാസികൾ സ്വീകരിച്ചു. അന്ത്യോക്യയിലെ വിശ്വാസികൾ ഭൂരിപക്ഷവും യവനന്മാരാണല്ലോ. ഗ്രീക്കുകാർ യഹൂദന്മാരും ഉണ്ടായിരിക്കാം. അപ്പോൾ യഹൂദന്മാര് പുറജാതിക്കാരായ ആളുകളുമായി മിങ്കിൾ ചെയ്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കത്തില്ല. നമ്മുടെ നാട്ടിൽ അവർണർ ഒത്തിരുന്ന് പന്തിഭോജനം കഴിക്കാറില്ലല്ലോ. കാര്യത്തിൽ ഒരുപാട് സമരം നടന്ന കാര്യം കേട്ടിട്ടുണ്ടല്ലോ കഴിഞ്ഞ തലമുറയിൽ. അപ്പോൾ അതുപോലെ എല്ലാവരും ആത്മാവ് നിറഞ്ഞവരാ വിശ്വാസികളാണ്. പക്ഷേ അവര് ആദ്യം ഒന്നിച്ചിരുന്നു. എല്ലാവരും കൊടുത്ത് യാക്കോബിൻ്റെ അടുത്തുനിന്ന് യെരൂശലേമിൽ നിന്ന് ചില യഹൂദന്മാർ വന്നു. അപ്പോൾ വന്നപ്പോഴേക്ക് ഒരു ദിവസം ആയപ്പോൾ ഞങ്ങൾക്ക് വേറെ വേണം, ഞാൻ കൊടുത്ത് ഇരിക്കത്തില്ല. പ്രശ്നമായി എഴുതിയിരിക്കുന്നത് അതിന് 13-ാം വാക്യത്തിൽ, ശേഷം യഹൂദന്മാരും അവനോട് കൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു. കാപട്യം. അവ പൗലോസ് ചേർത്തുന്നു. ഇന്ന് അതിനേക്കാൾ രൂക്ഷമായിട്ടില്ലേ കാര്യങ്ങൾ പോകുന്നത്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നാം എല്ലാം ക്രിസ്തുവിൽ ഒന്നെന്ന് പറയുകയും ചെയ്യും. രംഗം വരുമ്പോൾ ഞങ്ങളുടെ ആള്, നിങ്ങളുടെ ആള്, അവരാള് എന്നൊക്കെ പറയുന്ന പ്രവണതയും മറ്റുമൊക്കെ ആത്മീയ മണ്ഡലത്തിലുണ്ടല്ലോ. എല്ലാവരും പോയി ഒരിടത്തിരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഒന്നിച്ചു പറ്റത്തില്ല. എല്ലാ രംഗത്തും കാപട്യം. യോവാബ് മോഡൽ ഹസ്തദാനവും ചുംബനവുമായിരുന്നു പലപ്പോഴും. യൂദായുടെ മോഡലും എന്താ, യോവാബ് അമാസയെ ചുംബിച്ചല്ലോ സോരാന്നും പറഞ്ഞ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നിലവിളിച്ചുകൊണ്ടിരുന്നു താഴെ. കാരണം അമാസ പരമാർത്ഥ ചെയ്തു. പക്ഷേ യോവാബ് അവനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സോരാന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയും, ശമൂവേലിന്റെ പുസ്തകത്തിലുണ്ടല്ലോ സംഭവം. അമാസയെ അവൻ്റെ കയ്യിലിരുന്ന കത്തിക്കൊണ്ട് വാളുകൊണ്ട് അമാസയെ കുത്തി, അതിനോട് തീർന്നു. ഇസ്കോരിയാത്ത് യൂദാ ഗുരുവെന്നും പറഞ്ഞ് യേശുവിനെ വന്ന് ചുംബിച്ചില്ലേ. കർത്താവ് ചോദിച്ചു, ആ ചുംബനം കണ്ടാൽ എല്ലാവരും എന്ത് ചെയ്യും? ഈ അവനോട് സ്നേഹം. ഇന്ന് പലതും, ഇന്ന് സ്നേഹചുംബനവും ഇന്നത്തെ കലാപരിപാടികളും ആത്മാർത്ഥതയിൽ നിന്നാണോ? തട്ടിപ്പിന്റെ നേതാക്കന്മാരായി ആത്മീയ മണ്ഡലത്തിൽ നാം മാറിയില്ലേ? കാപട്യം, കപടഭക്തി. അതവര് ആ കപടഭക്തി എന്തൊക്കെയാണെന്ന് മത്തായി 23-ാം അധ്യായത്തിൽ സവിസ്തരമായിട്ടുണ്ട്. കൃത്യമായ ദശാംശം കൊടുക്കുന്നു, പക്ഷേ പ്രമാണം അനുസരിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ, ഞാൻ എൻ്റെ വിശദാംശങ്ങളോട്ട് കടക്കുന്നില്ല. പുളിച്ച മാവാണ് കപടഭക്തി. ദാവീദ് പറഞ്ഞ പോലെ ദൈവസനിൽ പറയുവാൻ നമുക്ക് കഴിയുമോ? ഓവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. 139-ാം സങ്കീർത്തനത്തിൽ അവൻ പറഞ്ഞല്ലോ, ഞാൻ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം, എഴുന്നേൽക്കുന്നത് എനിക്കറിയാം. നീ അറിയാതെ ഒരു വാക്കെൻ്റെ വായിലില്ല. മുൻപും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. നിന്നെ ഒളിച്ചാൻ എവിടെ പോവും? സമുദ്രത്തിൻ്റെ അറ്റത്ത് നിന്ന് വാർത്താലും അവിടെയും ഉണ്ട്. നീ എനിക്ക് ഒളിക്കാനൊക്കത്തില്ല. ഒരിക്കൽ പറഞ്ഞാൽ ദൈവത്തെ ഒളിച്ച് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ബോധം അവനുണ്ടായിരുന്നു. പഴയ നിയമ ഭക്തന്. ഇന്നോ പച്ചക്കള്ളം പറയുന്ന
വ്യാജം പ്രചരിപ്പിക്കുന്ന ഒരേ നാം കൊണ്ട് യാക്കോബ് ചോദിച്ച പോലെ ഉറവന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് കയ്പും മധുരമുള്ള വെള്ളം പുറപ്പെടുമോ എന്ന് ചോദിച്ചതുപോലെ ഒരേ വാഗുണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മറുവശത്ത് കുടുസഹോദരനെ അപമാനിക്കുകയും ചെയ്യുന്ന വൃത്തികെട്ട പരിപാടിയല്ലേ ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ നടക്കുന്നത്, സ്റ്റേജുകളിൽ നടക്കുന്നത്. കഴിഞ്ഞിടയ്ക്ക് കോട്ടയത്ത് ഒരു പ്രസിദ്ധ വലിയ സഭയുടെ ആൾ വന്ന് പ്രസംഗം ചെയ്യട്ടെ, ഒരു ദൈവദാസനെ താടിച്ചുകൊണ്ട് അവൻ വിചാരിച്ചോ അതുകൊണ്ട് അവനെന്തോ സ്മാർട്ടായിരുന്നു. ഇല്ല, കാപട്യം. എന്തെല്ലാം കാര്യങ്ങൾ, എവിടെയല്ല പരമാർത്ഥതയുണ്ടോ? യഹോവേ, നിന്റെ കണ്ണ് പരമാർത്ഥതയല്ലോ നോക്കുന്നത് എന്ന് ദൈവം എന്ന് പറയുന്നു. ഇതാരെ പറ്റിക്കാനാണ്? കപട ഭക്തി, കാപട്യം, ജനത്തെ തെറ്റിക്കുന്ന, സ്വയം തെറ്റിക്കുക മാത്രമല്ല മറ്റ് പലരെയും തെറ്റിക്കുന്ന കാപട്യം കൊണ്ട് എന്ത് നേടി? പുളിച്ച മാവ് പുളിച്ച അല്ലെങ്കിൽ കപടഭക്തി എന്ന പുളിപ്പ് സൂക്ഷിച്ചു നമ്മിൽ പരമാർത്ഥതയില്ലാതെ ഏത് കാര്യത്തിലെങ്കിലും നാം പെരുമാറുന്നുവെങ്കിൽ അത് പുളിച്ച മാവാണ്. കപടഭക്തിയായ പുളിപ്പ് അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുകളുള്ളവന്റെ മുൻപിൽ, വിശുദ്ധിയിൽ ഭയങ്കരന്റെ മുൻപിൽ അത് നാമം ഉച്ചരിച്ചുകൊണ്ട് കാപട്യം കാണിക്കുന്ന വിശ്വാസിയെ എവിടെ പോവാൻ, എങ്ങനെ തെറ്റി ഒഴിയും? നാം ചിന്തിക്കണമേ. മാത്രമല്ല മറ്റൊരു പ്രധാന കാര്യങ്ങളുണ്ട്. ജീവിത പൊളിപ്പ്. ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ ചോദിച്ചു, ഗലാത്യ ലേഖനം 5:9, ആസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു. പുളി അല്പം മതി. അല്ലെങ്കിൽ ഒരു 5 ലിറ്റർ പാല് പൊളിക്കാൻ 6 ലിറ്റർ തൈര് ചേർക്കണ്ടാലോ, പുളിപ്പ് ചേർക്കണ്ടാലോ. അല്ലെങ്കിൽ ഈസ്റ്റ് അപ്പത്തിനുള്ള മാവില് 2 കിലോ മാവിൽ 3 കിലോ ഈസ്റ്റ് ചേർക്കണ്ടാലോ, 1 ഗ്രാം പോലും വേണ്ടാലോ. പൊളിച്ച് ഇതുപോലെ ഒന്ന് കൊരിന്ത്യർ 5-ാം അധ്യായത്തിലും അപ്പോസ്തലൻ എന്ന് പറയുന്നു, കൊരിന്ത്യർ സഭയിൽ മറ്റുള്ളവർക്ക് ഇല്ലാത്ത രീതിയിൽ പുളിപ്പുണ്ടായല്ലോ. അപ്പോൾ അപ്പോസ്തലൻ ചോദിച്ചത് 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലുണ്ട്, 6-ാം വാക്യം, നിങ്ങളുടെ പ്രശംസ നന്നല്ല, ആസാരം പുളിമാവ് വെണ്ണത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്നറിയുന്നില്ലയോ? നിങ്ങൾ അവിടെ ദുർനടപ്പിനെ ശാസിക്കുമ്പോഴാണ് അപ്പോസ്തലൻ അത് പറഞ്ഞത്. ഞാൻ എൻ്റെ വിശദാംശങ്ങളോട് കിടക്കുന്നില്ല. ആസാരം എന്നിട്ട് നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കുവാൻ തക്കവണ്ണം പുതിയ പിണ്ണമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. ദൈവവചനം വ്യക്തമാണ്. ജീവിത പെശക് മനുഷ്യനാണ്, വീഴ്ച വന്നുപോയി, എന്ത് ചെയ്യുക? ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ക്രമീകരണം പ്രാപിച്ച ദൈവസ്ഥലം വീണ്ടും കിടന്ന് കരഞ്ഞ് യഥാസ്ഥാനപ്പെട്ട് ദൈവപേരിൽ ജീവിക്കുക. വീണെടുത്ത് കിടന്ന് ഉള്ളുന്ന സ്പീച്ചെ ന്യായീകരിക്കുന്ന സ്വഭാവമല്ലേ ഇന്ന് കാണുന്നേ സോഷ്യൽ മീഡിയയിൽ ഉടനീളം. ഇന്നത്തെ കാഴ്ച എൻ്റെ ചാർച്ചക്കാരി ഞാൻ വിശ്വാസികളല്ല, നമ്മുടെ വേർപെട്ട വിശ്വാസികളല്ല, അവരെ മുൻപ് എന്നോട് പറയുമായിരുന്നു, എടാ പെന്തിക്കോസുകാരെല്ലാം കള്ളന്മാരാണ്. എന്നോട് സ്ഥിരം ഉള്ള എന്നെ കാണുമ്പോഴൊക്കെ ഉള്ള ഒരു ഡയലോഗാണ്. ഞാൻ സുവിശേഷം പറയും, അപ്പോൾ അവർ പറയുന്ന ഡയലോഗാണ്, പെന്തിക്കോസുകാരെല്ലാം കള്ളന്മാരാണ്. ഞാൻ തർക്കിക്കാൻ പോകില്ല. അവർ ഇന്നാരിങ്ങനെ മറ്റേ ആളിങ്ങനെ 100 ഉദാഹരണങ്ങൾ പറയും. ഞാൻ എപ്പോഴേ ഒരു കൊച്ചു ചോദ്യം അവരോട് ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു? എന്തെങ്കിലും അപകരിച്ചോ? എന്തെങ്കിലും അമാതൃകയായി? ഇല്ല, ഞങ്ങൾക്കത് പറയാനില്ല. മറ്റുള്ളത് എനിക്കറിയണ്ട, മറ്റുള്ളതൊന്നും എനിക്കറിയണ്ട. ഒരാളേലും ഉണ്ടോ? ഇതുപോലെ 100 പേരുണ്ട്. അപ്പോസ്തലനോട് പറഞ്ഞത് ശ്രദ്ധിക്കുക. തിന്മയും 8-ാം വാക്യം 1 കൊരിന്ത്യർ 5:8, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല.
അവിടെ വേറെ പുളിപ്പില്ലാതെ പെസഹ ആചരണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മുടെ പെസഹ കുഞ്ഞാണ്, അല്ലെങ്കിൽ പെസഹ ആചരിക്കുന്നതിന് മുൻപ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആചരിക്കണമല്ലോ. എല്ലാ പുളിപ്പും നീക്കണം, പുളിപ്പൊന്നും പാടില്ല. ഇസ്രായേൽ പാളയത്തിൽ അങ്ങനെ ആയിരുന്നു. എന്നിട്ടാണ് പെസഹ ആചരിക്കുന്നത്. ഇവിടെ പൗലോസ് പറയുന്നു, തിന്മയും ദുഷ്ടതയുമായ പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മ ദുഷ്ടത ആകാത്തത്, തട്ടിപ്പ് വെട്ടിപ്പ്, എന്നിട്ട് പറയാം ഞാനും ദൈവമക്കളാണ്. ഇനി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം കൂടെ, ആ 5-ാം അധ്യായത്തിൽ തന്നെ ഉള്ള വേറൊരു വാക്യം കൂടെ ഞാൻ വായിക്കാം. അതിന് 11-ാം വാക്യം. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ ഭാവിഷ്ഠാനക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗമരുത്. അങ്ങനെ ഉള്ളവനോട് കൂടെ ഭക്ഷണം കഴിക്ക പോലും വരുത്. എൻ്റെ വാക്കല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏതാണ്ട് 2000 വർഷം മുമ്പ് പൗലോസിൽ കൂടെ എഴുതി വെച്ചതാണ്. ഒരു ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് പലരും നെറ്റിൽ വിളിച്ചേക്കാം. കാരണം അത്രത്തോളം പടർന്നു പുളിച്ച് നാറി. ഒരിക്കൽ വർഷങ്ങൾക്ക് മുൻപ് ഒരാളൊരു കൺവെൻഷൻ നോട്ടീസുമായിട്ട് എൻ്റെ അടുക്കൽ വന്നു. ഒരു കടലാസ് ആ നോട്ടീസ് കണ്ടു. അതിൽ എൻ്റെ മറ്റ് ഭാരവാഹികളുടെ ഒക്കെ പേര് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, ഇതെന്നാ ഇങ്ങനെ, ഇതെന്നാ ഇങ്ങനെ, ഇന്നാരൊക്കെ ഉണ്ടല്ലോ, ഇന്നാരൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഒരു കുട്ടി എന്നെക്കാളും പ്രായമുള്ളതാണ്, പാറ്റാക്കാട്ടം മാറ്റിയാൽ കൂട്ടാനില്ല. തൃശ്ശൂരുള്ള ഒരു പഴഞ്ചൊല്ല. ഞാൻ ചിരിച്ചോട്ട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആ കൂട്ടാൻ വേണമെന്ന് വെച്ചാൽ പോരെ? പാറ്റാക്കാശം നിറച്ച് പെറുക്കി കളഞ്ഞാൽ പിന്നെ കൂട്ടാനില്ലെന്ന്. അപ്പോൾ ആ നിവൃത്തി, അല്ലെങ്കിൽ ഇവരെ എല്ലാവരെയും കൂടെ തിരഞ്ഞു പിടിച്ച് മാറ്റിയാൽ പിന്നെ ആളില്ലെന്ന്. ഇല്ലെങ്കിൽ വേണ്ട, സാക്ഷ്യമില്ലാത്തവരെ മാറുകയില്ലാത്തവരെ കൂടെ കൂട്ടിയാൽ കൂടുള്ളവരും നാറും. കഴിഞ്ഞ വീഡിയോയിൽ പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ 4-ാം വാക്യം വരെയുള്ള ആ ഭാഗങ്ങൾ എല്ലാം ഞാൻ ഉദ്ധരിച്ചില്ല. ആ വാക്യങ്ങൾ നോക്കണം. അവർ നിമിത്തം 3-ാം വാക്യം, അവർ നിമിത്തം സത്യമാർഗം ദൂഷിക്കപ്പെടും. ആർ നിമിത്തം? നാശകരമായ മതഭേദങ്ങളെ നുഴയിക്കുന്ന ആകാത്ത ഉപദേശകന്മാർ നിമിത്തം. ഇതല്ലേ കാണുന്നത്? ഇന്നലെ ഞങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടിരിക്കുക. ഇവരുടെ കൂടെയൊക്കെ പോരുന്ന പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കുമോ? ഇന്ന് പലപ്പോഴും പ്രാർത്ഥനാ സംഗമങ്ങൾ നടത്താറുണ്ട്. ഐക്യതയില്ലാതെ, പരസ്പരം യോജിക്കാതെ, ഉപദേശൈക്യമില്ലാതെ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കുമോ? എനിക്കറിയത്തില്ല. പുസ്തകത്തിൽ അങ്ങനെ കാണുന്നില്ല. ദുഃഖകരമായ സ്ഥിതി, ജീവിത പുളിപ്പ്. നമ്മുടെ പെസഹ കുഞ്ഞാണ് ഇറക്കപ്പെടുന്നു. ക്രിസ്തു തന്നെ. ഒരു പുളിപ്പും നമ്മുടെ അവിടെ പാടില്ല. കർത്താവ് യേശുക്രിസ്തു സഹിച്ചത് കടപിടിച്ച കുറെ എണ്ണത്തിനെ അവിടെ കൊണ്ട് നിർത്താൻ അല്ല. എഫെസ്യർ 5-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണ്? അവൻ അവളെ വനത്തോട് ജലസ്ഥാനത്തിൽ പിടിപ്പാക്കി സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കറയില്ലാത്ത, ചുളുക്കമില്ലാത്ത വേർപെട്ട ഒരു കൂട്ടത്തെ നാം അതിൽ പെടുമോ? അപ്പോൾ ഇതിനെക്കുറിച്ചും സൂക്ഷിക്കണമെന്നാണ് കർത്താവ്. അകാത്ത ഉപദേശപ്പൊളിപ്പ്, കപടഭക്തിയാകുന്ന പൊളിപ്പ്, ജീവിത പൊളിപ്പ്, ഇതുണ്ടെങ്കിൽ അത് വിട്ടകലുക. അതിനെക്കുറിച്ച് ജാഗ്രതയായിരിക്കുക. അതിനെ വിട്ടകലുക. നമുക്ക് ശ്രദ്ധിക്കാം. അകാത്ത ഒന്നിനോട് നാം കൂടരുത്, ഒന്നിനോടും കൂടരുത്. സഹോദരൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പൗലോസ് എണ്ണി പറഞ്ഞു. നാം ആ കൂട്ടത്തിൽ പെടുമോ? വളരെ ശ്രദ്ധിക്കുക. നാം ക്രമീകരണം പ്രാപിക്കാം, വിശുദ്ധരാകാം, യഥാസ്ഥാനപ്പെടാം. കർത്താവ് വരാറായി. നമുക്ക് ഒരുങ്ങാം. ഉപദേശപ്പൊളിപ്പോ, കപടഭക്തിയോ, ജീവിതത്തിൽ അശുദ്ധിയോ ഉള്ളവരായിട്ടല്ല.
എല്ലാ തിന്മയും കളഞ്ഞ് നീക്കി കളഞ്ഞ് നിർമ്മലായി കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, ഇന്നാളെ സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. അതാ പരീശന്മാരെ പുളിച്ച മാവ് കപടഭക്തിയാന്ന പുളിച്ച മാവ് സൂക്ഷിച്ചോളൂ എന്ന് അങ്ങ് പറഞ്ഞത്, പരീശന്മാരെ സദൂക്യരെയും പുളിച്ച മാവ് സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞത്, പിണ്ണത്തെ മുഴുവനും പൊളിപ്പിക്കുന്ന രീതിയിലുള്ള അശുദ്ധി ജീവിത പശക സൂക്ഷിച്ചോളൂ എന്നങ്ങ് പറഞ്ഞത് ഞങ്ങൾ ചിന്തിപ്പാണ്ടയായല്ലോ. കർത്താവെ, പല വിധേയരെയും അക്കരെ നാട്ടിലെത്തുക മാത്രമല്ല, മറ്റുള്ളവരെയും അങ്ങനെ എത്തിക്കുവാൻ പര്യാപ്തമായ രീതിയിൽ ജീവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. സത്യത്തെ മുറുകെ പിടിച്ച് സത്യത്തെ വിട്ടുകളയാതെ സത്യത്തിൽ നിലനിന്ന് ഒരു കാവട്ടവും ഞങ്ങൾ പറ്റാതെ, ഒരു കറയും പറ്റാതെ ആയിക്കായി നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് അവിടുന്ന് ഇടപെടണമേ. ഞങ്ങളുടെ ശുദ്ധീകരണം സംഭവിച്ച കർത്താവെ, ദിവസത്തിൽ കളങ്കമില്ലാത്ത നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.